പൃഥ്വിരാജ് സുകുമാരൻ ഒരു വലിയ നന്ദികേട് കാണിച്ചെന്ന് പറഞ്ഞല്ലോ. അത് എനിക്ക് കഴിഞ്ഞ ദിവസം വിദേശത്ത് നിന്നൊരു കോൾ വന്നു. സിനിമാ വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ അദ്ദേഹം സംസാരിച്ചു. അപ്പോൾ പൃഥ്വിരാജിൻ്റെ പേര് പറഞ്ഞിട്ട് ആ സിനിമയെ അദ്ദേഹത്തിൻ്റെ ആടുജീവിതം എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ. ഇപ്പോൾ ജോർദാനിൽ പൃഥ്വിരാജും ബ്ലസ്സിയും സംഘവും കുടുങ്ങിക്കിടന്ന 30 പേരുള്ള ടീമാണല്ലോ കൊറോണ കാലത്ത് കുടുങ്ങിക്കിടന്നത്. അതുമായി ബന്ധപ്പെട്ട് ചില അന്ന് IS-ൻ്റെ ആളുകളൊക്കെ പൃഥ്വിരാജുമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷിക്കണമെന്ന് പറഞ്ഞ് കെ ഗണേശൻ ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് എന്നെ വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരാൾ വിളിച്ചത്. അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു, ഈ ആടുജീവിതം സിനിമ ജോർദാനിൽ ഷൂട്ട് ചെയ്തതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. അപ്പോൾ സിനിമയുടെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് ഇവിടെ നിന്ന് ബ്ലസ്സി, പൃഥ്വിരാജ് അടങ്ങുന്ന 30 അംഗ ക്രൂ ജോർദാനിലെത്തുന്നു. ജോർദാനിലെ എയർപോർട്ടിൽ വെച്ചിട്ടാണ് അതിന് പൂജ നടത്തിയത്. അപ്പോൾ ജോർദാനിൽ ഒരു വലിയ ബിസിനസ്സുകാരനായ ഒരു മലയാളിയുണ്ട്, സനൽകുമാർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. തിരുവനന്തപുരത്ത് നേമം സ്വദേശിയാണ്. അദ്ദേഹത്തിൻ്റെ ബിസിനസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഞെട്ടും. 35,000 പേർ ജോലി ചെയ്യുന്ന ഒരു വ്യവസായ സ്ഥാപനം നടത്തും. 35,000, 3,500 അല്ല, 350 അല്ല, 35,000 പേർ ജോലി എടുക്കുന്ന ഒരു സ്ഥാപനം. ഗാർമെൻറ്റ് പ്രൊഡക്ഷനാണ്. നമ്മൾ കേരളത്തിൽ കിറ്റക്സ്, സാബു ജേക്കബിൻ്റെ കിറ്റക്സ് എന്നൊക്കെ പറയുന്ന അതിനേക്കാളൊക്കെ അത് കിറ്റക്സിന് തന്നെ ഇവിടെ നമ്മുടെ കളമശ്ശേരിയിലെ എറണാകുളത്തെ യൂണിറ്റിൽ തന്നെ 15,000-ൽ പരം ആളുകൾ, 20,000-ഓളം ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്. അതുപോലെ ജോർദാനിൽ പ്രവർത്തിക്കുന്ന ഒരു ഗാർമെൻറ്റ് പ്രൊഡക്ഷൻ യൂണിറ്റ്. അവിടെ ഗാർമെൻറ്റ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ കമ്പനി ഉണ്ടാക്കുന്നത് ലോകോത്തര ബ്രാൻഡുകൾക്ക് വേണ്ടി നിർമ്മിച്ചു കൊടുക്കുകയാണ്. കിറ്റക്സിന് സ്വന്തം ബ്രാൻഡാണ്. കിറ്റക്സിൻ്റെ ബ്രാൻഡുകൾ ഇപ്പോൾ അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് കിഡ്സ് വെയർ ആണ് കിറ്റക്സ് ഉണ്ടാക്കുന്നത്, സാബു ജേക്കബിൻ്റെ കമ്പനി ഉണ്ടാക്കുന്നത്. ഇന്ത്യൻ മാർക്കറ്റിൽ കിറ്റക്സിൻ്റെ ഈ പ്രൊഡക്ട്സ് കിട്ടാനില്ല. അത് മുഴുവൻ കയറ്റുമതി ചെയ്ത് US പോവാണ്. അമേരിക്കയിലേക്ക് എനിക്ക് തോന്നുന്നു അമേരിക്കയിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ബ്രാൻഡ് കിറ്റക്സ് ഉണ്ടാക്കുന്ന നമ്മുടെ കൊച്ചിക്കാരനായ സാബു ജേക്കബിൻ്റെ ഉൽപ്പന്നങ്ങളാണ് അമേരിക്കയിലെ സായിപ്പിൻ്റെ കൊച്ചുങ്ങൾ ഉപയോഗിക്കുന്നതെന്ന് നോക്കുമ്പോൾ അറിയാം നമ്മുടെ ക്വാളിറ്റി പ്രൊഡക്ഷൻ. ഈ ക്വാളിറ്റിയുള്ള സാധനം ഇവിടെ ഉണ്ടാക്കി പുതിയൊരു യൂണിറ്റ് സാബു ജേക്കബ് ഇവിടെ സ്ഥാപിക്കാൻ നേരത്താണ് നമ്മുടെ ആളുകൾ ഇവിടുന്ന് അദ്ദേഹത്തെ ഓടിച്ചു. അദ്ദേഹം ആന്ധ്രയിൽ പോയി ഫാക്ടറി ഇട്ടതും മിനിഞ്ഞാന്ന് മലയാള മനോരമയിലാണോ ടൈംസ് ഓഫ് ഇന്ത്യയിലാണോ ഞാൻ മറന്നുപോയി, ഒരു പരസ്യം ഉണ്ടായിരുന്നു. തെലങ്കാനയിലുള്ള യൂണിറ്റ്, തെലങ്കാനയിലുള്ള യൂണിറ്റിലേക്ക് 25,000 ആളുകളുടെ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന നമ്മുടെ ആളുകൾ ഇന്ത്യയിൽ കൊണ്ട് വലിയ യൂണിറ്റ് നടത്തുന്നു. അപ്പോൾ ഇപ്പോൾ തെലങ്കാനയിൽ 25,000 പേർക്ക് തൊഴിൽ കിട്ടുന്ന ഒരു ഫാക്ടറി അവിടെ വരുന്നു. അത് ഇവിടെ വരേണ്ടതായിരുന്നു. 25,000 മലയാളിക്ക് ജോലി കിട്ടാനുള്ള ഒരു സംരംഭതയാണ്. അതിൻ്റെ ടാക്സ് എത്രയാണ്? സാബു ജേക്കബ് ഒരു വർഷം ഇവിടെ കൊടുക്കുന്നതുകൊണ്ട് 200 കോടിയോ 300 കോടിയോ ടാക്സ് കൊടുക്കുകയാണ്. നമ്മുടെ വിഷയം അതല്ല. അതുപോലെ ഗാർമെൻറ്റ് വ്യവസായം നടത്തുന്ന സനൽകുമാറിനെ നമ്മുടെ ഈ മറ്റേ സിനിമയുടെ പേരെന്താ പറഞ്ഞത്, ആടുജീവിതത്തിൻ്റെ ആളുകൾ ബന്ധപ്പെട്ടു. അദ്ദേഹത്തെ ഏറ്റവും വലിയ വ്യവസായി, അതായത് ജോർദാൻ രാജാവിനെ പോലും എപ്പോൾ വേണമെങ്കിലും കാണാൻ സ്വാതന്ത്ര്യമുള്ള ആളാണ് സനൽകുമാർ. അദ്ദേഹത്തെ ക്ഷണിച്ചു വന്ന് അദ്ദേഹമാണ് നിലവിളക്ക് കൊളുത്തി ഇതിൻ്റെ പൂജ നിർവഹിച്ചത്. അങ്ങനെ സിനിമയുടെ ഷൂട്ടൊക്കെ തുടങ്ങി മുന്നോട്ട് പോകുമ്പോൾ കോവിഡ് വന്നിട്ട് ഇവർ ജോർദാനിലെ മരുഭൂമി കുടുങ്ങിപ്പോയ ആളുകളെ രക്ഷിക്കാൻ ഇവർക്ക് വേറെ ബന്ധങ്ങളൊന്നുമില്ല. സ്വാഭാവികമായും വിളി സനൽകുമാറിനെ ചെന്നു. സനൽകുമാർ അദ്ദേഹത്തിൻ്റെ ഫാക്ടറിയിൽ നിന്ന് ആളുകളെ അയച്ച്, വണ്ടികളെ അയച്ച് അവരെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നു. ഈ 30 ആളുകളെയും ക്രൂവിനെ മുഴുവൻ കൊണ്ടുവന്നു. പൃഥ്വിരാജും ബ്ലസ്സിയും ഏതാണ്ട് 2 ആഴ്ചയോളം താമസിച്ചത് സനൽകുമാറിൻ്റെ വീട്ടിലാണ്. ബാക്കിയുള്ളവർക്ക് വേറെ അക്കോമഡേഷൻ റെഡിയാക്കി കൊടുത്തു. അപ്പോൾ അവരുടെ വീട്ടിൽ ഒരു കുടുംബാംഗത്തെ പോലെ ഇവരെ കോവിഡ് കാലത്ത് നമ്മുടെ മലയാളി വ്യവസായി, മലയാളത്തിലെ പ്രിയപ്പെട്ട നടനെയും സംവിധായകനെയും താമസിപ്പിച്ചു. അതെല്ലാം കഴിഞ്ഞിട്ട് മാത്രമല്ല, അവിടെ ഭക്ഷണം 35,000 പേർക്ക് ഭക്ഷണം ഒരുക്കുന്ന ഫാക്ടറിയാണ് അദ്ദേഹത്തിൻ്റെ. അവർക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ഇവർ ക്രൂവിനുള്ള ഭക്ഷണം, അവിടെ ഷൂട്ട് നടക്കുമ്പോൾ ഭക്ഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്ത് സഹായിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒന്നും കണക്ക് അദ്ദേഹം പറഞ്ഞതല്ല, അദ്ദേഹം പറഞ്ഞിട്ടുമില്ലായിരിക്കാം. അദ്ദേഹത്തിൻ്റെ മഹാമനസ്കത കൊണ്ട് അദ്ദേഹം ചെയ്തതാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ലോക്ക്ഡൗൺ ആണ്, തിരിച്ചു വരാൻ മാർഗ്ഗമില്ല. അങ്ങനെ ആയപ്പോഴത്തേക്കാണ് ഇവിടുന്ന് സുരേഷ് ഗോപിയും വി മുരളീധരനും അടക്കമുള്ള ആളുകളെല്ലാം ഇടപെട്ടത്. ഇപ്പം ആളറിഞ്ഞ് കളിക്കട എന്നൊക്കെ പറയുന്ന ആളുകൾക്കെങ്കിലും എൻ്റെ മകനെ നുള്ളി നോവിക്കുന്നോടാ എന്ന് വന്ന അമ്മച്ചി എല്ലാം കൂടെ ഓടി നടന്ന് കരഞ്ഞതിൻ്റെ ഭാഗമായി അന്നത്തെ വിദേശകാര്യ സഹമന്ത്രിയായിരുന്ന വി മുരളീധരനും സുരേഷ് ഗോപിയുമൊക്കെ ബന്ധപ്പെട്ട് മുൻകൈ എടുത്ത് നടത്തിയ ശ്രമങ്ങളുടെ ഭാഗമായിട്ട് അവരെ കൊണ്ടുവരാൻ തീരുമാനിച്ചു. എങ്ങനെ കൊണ്ടുവന്നു? എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ് വന്ന് കൊണ്ടുവന്നാ പറയുന്നത്. എയർ ഇന്ത്യയുടെ ഒരു ഫ്ലൈറ്റ് അങ്ങോട്ട് പോകണമെങ്കിൽ മിനിമം 180 പേര് വേണം. ഇവർ 30 പേരേ ഉള്ളൂ. എന്ത് ചെയ്യും? ഒരു വലിയ പ്രശ്നമാണ്. അതൊരു വലിയ ചോദ്യചിഹ്നമായി. സനൽകുമാർ അപ്പോൾ എന്ത് ചെയ്യുന്നറിയോ? അദ്ദേഹത്തിൻ്റെ ഫാക്ടറിയിലെ 180 പേരെ ടിക്കറ്റ് എടുത്ത്
ഈ ഫ്ലൈറ്റിൽ കയറ്റിവിട്ടു 180 പേര് തികയാൻ വേണ്ടി. ഓ അത് ശരി. അങ്ങനെ അവരുടെ കൂടെ ഈ 30 പേര് തിരിച്ച് നാട്ടിൽ വന്നു. അങ്ങനെയാണ് അതിൻ്റെ ആദ്യ ഷെഡ്യൂളിൽ നടന്ന സംഭവമാണ്. നാട്ടിൽ വന്നു, ഇതെല്ലാം കഴിഞ്ഞു. അപ്പോൾ അതിനിടയ്ക്ക് സനൽകുമാറിൻ്റെ മകളുടെ വിവാഹം വന്നു. വിവാഹം ഈ ലോക്ക്ഡൗണൊക്കെ കണ്ണൂറുകാരനായ UAE ബിസിനസ്സൊക്കെ നടത്തുന്ന ഒരു ചെറുപ്പക്കാരനാണ് വിവാഹം കഴിക്കുന്നത്. അപ്പോൾ വിവാഹം നടന്നിട്ട് ലോക്ക്ഡൗൺ അല്ല ഈ കോവിഡ് പീരീഡ് ആയതുകൊണ്ട് അവിടെ വെച്ചാണ് വിവാഹം നടന്നത്. അതിൻ്റെ റിസപ്ഷൻ തിരുവനന്തപുരത്ത് നടത്തി. അതിനിടയ്ക്ക് നാട്ടിൽ തിരിച്ചു വന്നപ്പോഴത്തേക്ക് ജോർദാനിൽ തിരിച്ചു വന്നതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ ഒക്കെ വന്നിരുന്നു. അവിടെ ഞങ്ങളുടെ അനുഭവങ്ങൾ, ഞങ്ങളവിടെ പെട്ടുപോയി, ഞങ്ങളവിടെ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ എന്നൊക്കെ പറഞ്ഞ് ബ്ലസ്സിയും പൃഥ്വിരാജും ഒക്കെ സംസാരിക്കുന്ന വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു. ബ്ലസ്സി പറഞ്ഞു അവിടെ ഒരു മലയാളി ദേവദൂതനെ പോലെ വന്ന് അദ്ദേഹമാണ് ഞങ്ങളെ രക്ഷിച്ചത്, അദ്ദേഹം ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോയി താമസിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് എല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ സനൽകുമാറിൻ്റെ പേരെടുത്തു പറഞ്ഞ് ബ്ലസ്സി നന്ദി പറഞ്ഞു. എന്നാൽ ഞാൻ മനസ്സിലാക്കിയത് സനൽകുമാർ ചിലപ്പോൾ മനസ്സിലാക്കി കാണും. സനൽകുമാർ അദ്ദേഹം ഇത് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഏതായാലും ഞാൻ മനസ്സിലാക്കിയത് പൃഥ്വിരാജ് സംസാരിച്ചപ്പോൾ തന്നെ ഇങ്ങനെ സഹായിച്ച ഈ മലയാളിയെക്കുറിച്ച് ഒരു വാക്കുപോലും പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല. ബ്ലസ്സി പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ ബ്ലസ്സി പറഞ്ഞാൽ മതിയല്ലോ എന്നായിരിക്കാം. കാരണം സംവിധായകനാണല്ലോ മറുപടി പറയേണ്ടത്. സംവിധായകൻ മറുപടി പറഞ്ഞാൽ എല്ലാം ആയി എന്നായിരിക്കാം അതിനുള്ള മറുപടി. അങ്ങനെയാണെങ്കിൽ എമ്പുരാൻ്റെ കാര്യത്തിൽ അമ്മച്ചി എല്ലാം മറുപടി പറയേണ്ടത് സംവിധായകനാണ്. സംവിധായകൻ ഇതുവരെ അമ്മച്ചിയുടെ പുറകിൽ വിളിച്ചിട്ട് പുറത്തു വന്നിട്ടില്ല അല്ലേ? അതെ. നിർമ്മാതാവ് 2 വാക്ക് പറഞ്ഞു. രണ്ട് നിർമ്മാതാക്കൾ പറഞ്ഞു. ഗോകുലം ഗോപാലനും പറഞ്ഞു തെറ്റുണ്ടെങ്കിൽ തിരുത്തുമെന്ന് പറഞ്ഞു. പിന്നെ ആന്റണി പെരുമ്പാവൂർ പറഞ്ഞു. ഉപനായകൻ മോഹൻലാലും പറഞ്ഞു പറഞ്ഞു. പക്ഷെ പൃഥ്വിരാജ് ഒന്നും പറഞ്ഞു. സംവിധായകനാണ് മറുപടി പറയണമെങ്കിൽ, ആടുജീവിതത്തിന്റെ സംവിധായകൻ മറുപടി പറഞ്ഞെങ്കിൽ പിന്നെ ഞാൻ മറുപടി പറഞ്ഞില്ലെങ്കിൽ എന്താ കുഴപ്പം എന്ന് ചോദിക്കുകയാണെങ്കിൽ എൻപുരാൻ വിവാദത്തെക്കുറിച്ച് സംവിധായകൻ ഒന്നും പറഞ്ഞിട്ടില്ല, വെറുതെ ഓർമ്മിപ്പിച്ചാണ്. അതെല്ലാം കഴിഞ്ഞു. അങ്ങനെയാണ് സനൽകുമാറിൻ്റെ മകളുടെ വിവാഹം കഴിഞ്ഞു. വിവാഹം കഴിഞ്ഞ് റിസപ്ഷൻ തിരുവനന്തപുരത്ത് എല്ലാവർക്കും പങ്കെടുക്കണമല്ലോ. പൃഥ്വിരാജിനെയും ക്ഷണിച്ചു, ബ്ലസ്സിയെയും ക്ഷണിച്ചു. ബ്ലസ്സി മാത്രമേ പോയുള്ളൂ. അത് ഈ സനൽകുമാറിന് വലിയ വിഷമമായി പോയി എന്താവുന്നത്. എന്നാലും നമ്മൾ പ്രതീക്ഷിച്ചല്ലോ, അവർ പ്രതീക്ഷിക്കുമല്ലോ. അത് ഇവിടെ പൃഥ്വിരാജിൻ്റെ അമ്മാവൻ്റെ മോനായിട്ടൊന്നും അല്ലല്ലോ സനൽകുമാർ അന്ന് സഹായിക്കുകയും അവിടുന്ന് രക്ഷപ്പെടുത്തുകയും ഒക്കെ ചെയ്തത്. അപ്പോൾ ഒരു സെലിബ്രിറ്റിയാണ്, സന്തോഷമാണ്. 2 ആഴ്ച ഞങ്ങളുടെ വീട്ടിൽ താമസിച്ചതാണ്, നമ്മുടെ ഒരു ബ്രദറിനെ പോലെ കണ്ടതാണ്. അപ്പോൾ എൻ്റെ മകളുടെ കല്യാണത്തിന് ക്ഷണിക്കുമ്പോൾ ഒന്ന് വരണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്ന തെറ്റൊന്നുമല്ല. പക്ഷേ വന്നില്ല. അത് അദ്ദേഹത്തിന് വിഷമമായോന്ന് അദ്ദേഹത്തോട് ചോദിച്ചറിയാമല്ലോ. കാരണം ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചിട്ടില്ല, എനിക്കറിയില്ല, എൻ്റെ പരിചയക്കാരനൊന്നുമല്ല. പക്ഷേ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അപ്പോൾ ഇത് അങ്ങനെയാണോ? നമ്മളൊക്കെ ആണെങ്കിൽ ആലോചിച്ചു, നമ്മളാണ് ഈ ആപത്തിൽപ്പെട്ടതെങ്കിൽ, ഞാൻ അവിടത്തിൽപ്പെട്ടു, സിനു എന്നെ ഒന്ന് വന്ന് സഹായിച്ചാൽ, ഞാൻ നാട്ടിൽ വരുമ്പോൾ ഉറപ്പായിട്ടും ഇങ്ങനെ ഒരാൾ എന്നെ സഹായിച്ചിരുന്നുവെന്നും പറയും. നമുക്ക് മറക്കാൻ പറ്റില്ല. ഞാൻ സഹായിച്ചു എന്ന് പറയും. അത് മാത്രമല്ല, സിനുവിൻ്റെ വീട്ടിൽ ഇങ്ങനെ ചടങ്ങുണ്ടാകുമ്പോൾ എന്നെ ക്ഷണിക്കുമ്പോൾ ഉറപ്പായും ഞാൻ വരും. അവിടെയും ബ്ലസ്സി എന്ന് പറയുന്ന ഈ ഒരു സംവിധായകൻ, ഒരു നന്മ നിറഞ്ഞ മനുഷ്യനെ മാത്രമേ കണ്ടുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കമ്പനിയിലെ ജീവനക്കാർ അദ്ദേഹവുമായി അടുത്ത് ബന്ധമുള്ള ഒരുപാട് പേരുണ്ടായി. പൃഥ്വിരാജിനെ കൂട്ടിക്കൊണ്ടുവരികയും ബ്ലസ്സിയെയും ക്രൂവിനെയും കൊണ്ടുവരികയും കൂടെ താമസിപ്പിക്കുകയും എല്ലാം സഹായിക്കുകയും ചെയ്യുന്ന ഒരുപാട് അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത ആളുകൾക്ക് അവർക്കൊക്കെ വലിയ വിഷമമുണ്ടായി. ഇങ്ങനെ നമ്മുടെ സാർ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും സാറിൻ്റെ മകളുടെ കല്യാണത്തിന് വിളിച്ചിട്ട് പോലും വന്നില്ലല്ലോ. അപ്പോൾ നാട്ടിൽ വന്നിട്ട് ബ്ലസ്സിയും പൃഥ്വിരാജും ഒക്കെ മാധ്യമങ്ങളോട് ജോർദാനിലെ അനുഭവങ്ങൾ പറയുന്നത് സ്വാഗതം ഞങ്ങളെക്കുറിച്ചുകൂടെ പറയുമല്ലോ, ഞങ്ങളെല്ലാം ഇതിനകത്ത് സഹകരിച്ചവരാണല്ലോ. കാരണം ഒത്തിരി മുതലാളി മാത്രമല്ല, സനൽകുമാർ മാത്രമല്ല, അവരുടെ ഡ്രൈവർമാർ പോയിട്ടുണ്ട്, ഭക്ഷണം കൊണ്ടുപോയിട്ടുള്ളവരുണ്ട്, എല്ലാവരും ഉണ്ടായിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ സഹായിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ ഒരുപക്ഷെ ഞങ്ങളുടെ കമ്പനിയെക്കുറിച്ച് ഞങ്ങൾ സഹകരിച്ച ഒരു വാക്ക്, അതൊരു സന്തോഷമാണ്. ആ സന്തോഷത്തോടെ കേട്ടവർക്കൊക്കെ വലിയ നിരാശയുണ്ടായി. പക്ഷെ ബ്ലസ്സി നിരാശപ്പെടുത്തിയില്ല. അതിനുശേഷം 2ാം ഷെഡ്യൂളും ജോർദാനിലാണത്. പക്ഷേ അവിടെയാണ് സനൽകുമാർ എന്ന് പറഞ്ഞ മനുഷ്യൻ്റെ വലിപ്പം കാണുന്നത്. 2ാം ഷെഡ്യൂളിന് വന്നപ്പോഴും ബ്ലസ്സി വിളിച്ചു, സനൽകുമാർ സഹായിക്കണം എന്ന് പറഞ്ഞ് വീണ്ടും അദ്ദേഹം സഹായിച്ചു. അത് വലിയ മനസ്സാണ്. അപ്പോൾ ആരുടെ മനസ്സാണ് വലുത്, ആരുടെ മനസ്സാണ് ചെറുതെന്ന് ആലോചിക്കണം. കാരണം നമ്മൾ ഈ കാണുമ്പോൾ ഈ ഒരു നായക, നമ്മൾ ഈ സിനിമാ നടന്മാരെ കാണുമ്പോഴത്തേക്ക് ജനങ്ങൾ ആവേശം കൊള്ളുന്നത് എന്തുകൊണ്ടാണ്? അവർക്കൊരു സന്തോഷം, അവരെ സന്തോഷിപ്പിക്കുന്നു പറഞ്ഞാൽ അല്ലേ? അഭിനയം, കലയുടെ ലക്ഷ്യം എന്താണ്? പ്രകടനങ്ങൾ, സിനിമയാവട്ടെ, നാടകമാവട്ടെ, നൃത്തമാവട്ടെ, കാണാൻ വേണ്ടി ആളുകൾ വരുന്നു. അല്ലെങ്കിൽ നല്ല ഗാനമേള, നല്ലൊരു പാട്ട് കേൾക്കാൻ ആളുകളിരിക്കുന്നത് നമുക്ക് നമ്മുടെ വിഷമങ്ങളൊക്കെ മറന്ന് അല്പം സന്തോഷിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ സന്തോഷിക്കാൻ വേണ്ടി നമ്മൾ
ചെല്ലുന്നു, നമ്മളെ സന്തോഷിപ്പിക്കുന്ന ആളുകൾക്ക് നമ്മൾ നമ്മുടെ അധ്വാനത്തിൻ്റെ വിയർപ്പിൻ്റെ ഒരു ഭാഗം കൊടുക്കുന്നു, അല്ലേ? അങ്ങനെ ഒരാൾക്കാണ് കിട്ടുന്നത്, കൊടുക്കുന്ന ഒരുപാട് പേരുണ്ടാകുമ്പം ഇത് മുഴുവൻ അക്യൂമുലേറ്റ് ചെയ്ത് ഈ പണം കിട്ടുന്നതിന് വലിയ സമ്പത്തുണ്ടാവും. അവന് ലംബോർഗിനി കാറുണ്ടാവും, 7 സ്റ്റാർ ഹോട്ടലിലായിരിക്കും മുടിവെട്ടാൻ പോകുന്നത്. പക്ഷെ അതൊക്കെ ഇവിടെ കൂലിപ്പണി ചെയ്യുന്ന ആളുകളുടെ ഉൾപ്പെടെ അധ്വാനത്തിൻ്റെ വിയർപ്പിൻ്റെ ഫലമാണ്. അവൻ്റെ പൈസയാണ്. അവൻ ഇന്ന് വീട്ടിലേക്ക് അരി വാങ്ങാൻ വെച്ചിരുന്ന കാശെടുത്തിട്ടായിരിക്കാം എൻ്റെ ഈ സിനിമ കാണാൻ വരുന്നത് എന്ന് നടന്മാരൊന്ന് ആലോചിക്കേണ്ടതാണ്. കാരണം താരങ്ങളെ താരങ്ങളാക്കുന്നത് സാധാരണക്കാരാണ്. പക്ഷെ എന്തൊരു പുച്ഛമാണ് നമ്മുടെ ജനങ്ങൾക്ക് സാധാരണക്കാരോട്. അപ്പം നമ്മൾ ആലോചിക്കും സാധാരണ സിനിമാ നടന്മാർക്ക് ഈ സാധാരണക്കാരനോട് എന്ന് തോന്നിപ്പോകും. പലർക്കും അങ്ങനെയാണ്. ഇപ്പം കഴിഞ്ഞ ദിവസം ഞാൻ ഒരാൾ എനിക്ക് ഇങ്ങനെ ഈ സിനിമാ നടന്മാരുടെ അഹങ്കാരം കണ്ടില്ലേ എന്ന് പറഞ്ഞൊരു വീഡിയോ അയച്ചിരുന്നു. ഉണ്ണി മുകുന്ദൻ എയർപോർട്ടിലൂടെ നടന്നവരാണ്. ഒരു ചെറുപ്പക്കാരൻ ഓടി വന്നിട്ട് ഉണ്ണി മുകുന്ദൻ്റെ മുഖത്തിന് ക്യാമറ കൊണ്ട് ഇങ്ങനെ വീഡിയോ എടുത്തെടുത്ത് മുഖത്തിന് തൊട്ടടുത്ത് നിന്നിട്ട് സൂം ചെയ്യുന്നു. ഉണ്ണി ആ ക്യാമറ മേടിച്ച് പോക്കറിയിട്ടു. അങ്ങനെ ചെയ്യാവോ? ഉണ്ണിക്ക് എന്തൊരു അഹങ്കാരമാണ്. എടാ, ഇന്ന് എൻ്റെ സ്വാതന്ത്ര്യം സിനുവിൻ്റെ മൂക്കിൻ തുമ്പത്തോ അല്ലേ? എങ്ങനെ നമ്മൾ വീഡിയോ എടുക്കട്ടെ, വീഡിയോ എങ്ങനെ എടുത്തിട്ട് പുള്ളി അത് പാൻ ചെയ്ത് സൂം ചെയ്ത് മുഖത്തിൻ്റെ തൊട്ടു മുന്നിലേക്ക് മുഖത്തോട് ചേർത്ത് വെക്കുമ്പോൾ ആർക്കും ഉണ്ടാവില്ലേ അസ്വസ്ഥത? ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ ഉണ്ണിയെ കുറ്റം പറയുന്നില്ല. മുമ്പൊരിക്കൽ മോഹൻലാൽ ഈ പറഞ്ഞ പോലെ ഒരാൾ ചാടി കയറി സ്റ്റേജിലേക്ക് കയറിയപ്പോൾ അവനെ ഇറക്കി വിടുന്ന സീൻ കണ്ടു. അതൊക്കെ നമ്മൾ ആരാധകർ എടുക്കേണ്ട ഒരു പരിമിതിയുണ്ട്, ഒരു പരിധിയുണ്ട്. നമുക്ക് നിയന്ത്രണം വേണം. നടന്മാരെ പോകുമ്പോൾ നടന്മാരെ കാണുമ്പോൾ പിച്ചുക, മാന്തുക, തുള്ളുക ഇങ്ങനെ ചെയ്യുന്നവരുണ്ട്. അതൊക്കെയല്ല, അവരെയും നമ്മൾ മാനിക്കും. പക്ഷെ അവർ ചെയ്യേണ്ടത് ഈ സാധാരണ, നമുക്ക് ചിലപ്പോൾ പറയുമോ സാധാരണക്കാരോടാണ് ഈ നടന്മാർക്കൊക്കെ പുച്ഛം, അവരെയൊന്നും മൈൻഡ് ചെയ്യത്തില്ല എന്ന് പറയും. കാശുകാരോടും അങ്ങനെ തന്നെയാണ്. അല്ലെങ്കിൽ സനൽകുമാറിനെ പോലെയുള്ള ഒരു വ്യവസായിക്ക്, വെറും വ്യവസായിയല്ല, ഈ സിനിമയുടെ ഒപ്പം സഞ്ചരിച്ചൊരു വ്യവസായിയോട് ഇങ്ങനെ പെരുമാറുമോ എന്ന് സംശയം വരുന്നു. ഇതിപ്പോൾ ഇത് ഞാൻ കേട്ട കഥയാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഈ സംഭവങ്ങളൊക്കെ അറിയാവുന്ന ചില ആളുകൾ എന്നോട് പറഞ്ഞ്, ഞാനിത് അപകീർത്തിപ്പെടുത്താനൊന്നും പറയല്ല. കാരണം അവർ രണ്ടാമതും അദ്ദേഹത്തിന് ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് സെക്കൻഡ് ഷെഡ്യൂളും അദ്ദേഹം എല്ലാ സഹായവും ചെയ്തു. പക്ഷെ ആളുകൾക്ക് ചെറിയ ചെറിയ മുറിവുകളുണ്ടാവും. അപ്പോൾ അത് ഇത് വലിയ നടന്മാരൊക്കെ ആകുമ്പോൾ നമ്മളാണെല്ലാം, നമുക്ക് ശേഷം ആരുമില്ല, നമ്മൾ മാത്രമാണ്, എല്ലാവരും നമ്മളെ താണു വീണു വണങ്ങേണ്ടവരാണ് എന്ന് കരുതുന്ന ആറ്റിറ്റ്യൂഡൊക്കെ ഒന്ന് മാറണം. ഒരു പരിഗണന, ഒരു കടപ്പാട്, ഒരു സ്നേഹം. നിങ്ങളുടെ ഒരു ചിരി, സ്മൈൽ ദാറ്റ് ഇംപ്രൂവ്സ് യുവർ ഫേസ് വാല്യൂ എന്ന് പറയുന്നത്. നിങ്ങളൊന്ന് ചിരിക്കൂ, നിങ്ങളുടെ മുഖത്തിൻ്റെ മൂല്യം കൂടും, അല്ലേ? നമുക്ക് ഒരാളെ കണ്ടാൽ ചിരിക്കുന്നതിന് എന്താ ബുദ്ധിമുട്ട്? ഞാനൊരിക്കൽ എൻ്റെ ഒരു സുഹൃത്തായ നിർമ്മാതാവുമായിട്ട്, ഞാൻ പേര് പറയാം, വേണു കുന്നപ്പള്ളി എന്ന് പറഞ്ഞ മലയാളത്തിലെ സൂപ്പർ, ഇപ്പോൾ രേഖാചിത്രം ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾക്ക് വമ്പൻ ഹിറ്റ്, 2018 രേഖാചിത്രം, മാളികപ്പുറം, മാമാങ്കം തുടങ്ങി ഒറ്റപ്പെട്ടി സിനിമകൾ നിർമ്മിച്ച നിർമ്മാതാവുമായിട്ട് ഞാനൊരു ഇവിടുത്തെ ഒരു 7 സ്റ്റാർ ഹോട്ടലിൻ്റെ ലോബിയിലിരിക്കുകയാണ്. ലോബിയിലിരിക്കുന്ന വെച്ചാൽ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ മുറിയിൽ നിന്ന് പുറത്തിറങ്ങി വേറൊരാൾ വരുന്നുണ്ട്. അദ്ദേഹം വരുമ്പോഴത്തേക്ക് അവിടെ നിന്ന് തന്നെ അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ട് മുറിയിലേക്ക് പോകാനായിട്ട് വരുന്ന ഗസ്റ്റിനെ കൂട്ടിക്കൊണ്ട് വേണുചേട്ടൻ്റെ മുറിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാനും വേണു കുന്നപ്പള്ളിയും കൂടി ഇരിക്കുകയാണ്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ ഗ്ലാസ്സിലൂടെ പുറത്ത് കാണാം ഒരു ലംബോർഗിനി വന്ന് നിൽക്കുന്നു. ലംബോർഗിനിയിൽ മലയാളത്തിലെ ഒരു യുവതാരം ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ കരുതാൻ ചില്ല് വാതിലാണല്ലോ, ലോബി മുഴുവൻ ചില്ലാണ്, അകത്തിരിക്കുന്ന മുഴുവൻ പേർക്ക് കാണാം. അപ്പോൾ അവിടെ വരുന്നവരെല്ലാം ആകാംക്ഷയുടെ ആ വാതിൽ തുറക്കുന്നിടത്തേക്ക് ഓടിച്ചെല്ലുകയൊക്കെ കാണാം. പക്ഷേ നടനിങ്ങനെ നടന്നു വന്നു നടൻ ആരെയും മൈൻഡ് ചെയ്യാതെ ഈ നിൽക്കുന്ന ആളുകളെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കുന്നില്ല. അവിടെ ഒരു 7 സ്റ്റാർ ഹോട്ടലിൽ ഇരിക്കുന്ന ആളുകൾ ഹയാത്തിലാണ്, ഹയാത്ത് എന്ന് പറയാം, ഹയാത്തിൽ ഇരിക്കുന്ന ആളുകളൊന്നും സാധാരണക്കാരൊന്നുമില്ല. അവരൊക്കെ അത്യാവശ്യം സ്വാധീനവും സമ്പത്തും ഒക്കെ ഉള്ള ആളാണ്. അവരെ ഒന്നും മൈൻഡ് ചെയ്യാതെ നടൻ അങ്ങ് നടന്നു പോവുകയാണ്. അപ്പോഴാണ് ഇങ്ങേയറ്റത്ത് വേണുചേട്ടനും ഞാനും കൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് നടന്നു പോകുന്നതിടയ്ക്ക് ഈ നടൻ, ആളുടെ പേര് ഞാൻ പറയുന്നത്, ഈ നടൻ പെട്ടെന്ന് വേണു കുന്നപ്പള്ളിയെ കണ്ടു. ഉടനെ അദ്ദേഹം തിരിച്ചു വന്നു, എന്താ ഇവിടെ എന്ന് പറഞ്ഞു ചോദിക്കുന്നു. കാരണം അദ്ദേഹത്തിന് മൈൻഡ് ചെയ്യേണ്ടത് ഈ പ്രൊഡ്യൂസറെ മൈൻഡ് ചെയ്യണമെന്നറിയാം. അതുകൊണ്ട് തിരിച്ചു വന്നു. അവിടെ നിൽക്കുന്ന 100ഓളം ആളുകൾ, ഈ ടിക്കറ്റ് എടുത്ത് സിനിമ കാണുന്ന ആളുകൾ, അവരെ മൈൻഡ് ചെയ്യാതെ പോയ ആൾ ഈ നിർമ്മാതാവിനെ കണ്ടപ്പോൾ വന്നു ചിരിച്ചു. അപ്പോൾ ചോദിച്ചു, എന്താ ഇവിടെ വന്നിരിക്കുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞങ്ങളിവിടെ ഒരാൾ വെയിറ്റ് ചെയ്യണം, ഞാൻ ഇവിടെയാണ് താമസിക്കുന്നത്, പ്രൊഡ്യൂസർ വേണു കുന്നപ്പള്ളി പറഞ്ഞു. അപ്പോൾ എന്താണ് താങ്കൾ ഇവിടെ എന്തെങ്കിലും പരിപാടിയുണ്ടോ? ഇല്ല, എനിക്ക് മുടി വെട്ടാൻ വന്നതാണ് 7 സ്റ്റാർ ഹോട്ടലിൽ എന്ന് പറഞ്ഞു. അത് അദ്ദേഹത്തിൻ്റെ ശേഷിയുണ്ട്, അതിനുള്ള വരുമാനമുണ്ട്, അദ്ദേഹം ഒരു സെലിബ്രിറ്റിയാണ്, അദ്ദേഹം അതിസുന്ദരനായിട്ടിരിക്കണം, അത് അങ്ങനെ തന്നെ വേണം, അതിനും തെറ്റല്ല. പക്ഷേ ആളുകളോടുള്ള ആറ്റിറ്റ്യൂഡ് അതങ്ങനെയാണ്.
ഇപ്പോൾ സിനിമാ രംഗത്തുള്ള പലർക്കും ഇങ്ങനെയാണ്. ഇപ്പം ഞാനിപ്പം ഉണ്ണി മൂന്നിൻ്റെ കാര്യം പറഞ്ഞല്ലേ, ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഇവരൊക്കെ ആകാശത്ത് നിൽക്കുന്ന താരങ്ങളല്ലല്ലോ, മണ്ണിൽ നിൽക്കുന്ന താരങ്ങളല്ലേ? അതുകൊണ്ട് ഒരു മനുഷ്യപ്പറ്റൊക്കെ ആകാം എന്ന് നമുക്ക് പറയാം. ഇതിൻ്റെ പേരിൽ ആരും പിണങ്ങൊന്നും വേണ്ട. ഇത് ഒരാൾ സങ്കടം പറഞ്ഞതാണ്. ആ സങ്കടം കേട്ടപ്പോൾ എനിക്കത് സിനുവിനോട് പറയണമെന്ന് തോന്നി. സിനുവിനോട് പറഞ്ഞപ്പോൾ പ്രേക്ഷകർ കേട്ടുപോയതിനിപ്പോൾ ഞാൻ എന്ത് ചെയ്യാനാ? കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.